ആ സ്ഥാപനത്തിന്റെ സംഗതികളൊക്കെ മാറ്റിമറിച്ച് പുതിയ രൂപത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോ പിന്നെ അവിടെ ഒത്തുകൊടുക്കാൻ കഴിയോ? AP ആയിട്ടല്ല തെറ്റിയത്, ഞാനുമായിട്ടാ തെറ്റിയത്, അറിയോ? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭൂരിപക്ഷമില്ല. പക്ഷെ എനിക്ക് ഓടാനും പാടാനും കഴിയൂല. AP അയാൾക്ക് കാവക്കാരും അതിന്റെ പുറമെ ആളും ഒക്കെ അള്ളാഹ് ഒക്കെ ഉണ്ട്. ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാള തങ്ങളുടെ മകൻ കൂറാത്തങ്ങൾ സയ്യദ് ഫസൽ കോയമ്മ കൂറാത്തങ്ങൾ ജൂലൈ 8 ഇന്നത്തെ ദിവസം 2024 തിങ്കളാഴ്ച രാവിലാണ് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനമുണ്ടായത്. ആരോഗ്യവാനായിരുന്നു. ഒരുപാട് പരിപാടികളിൽ പോയതും ഇന്നലത്തെ ദിവസവും ജൂലൈ 7 ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്ത തങ്ങൾ ഇന്ന് രാവിലെ ജൂലൈ 8 വഫാത്തായി. വളരെ ഖേദകരമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം തങ്ങളെ കണ്ടിരുന്നു. ആ കൂറ എന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിരുന്നു. അത് കർണാടകയുടെ പുത്തൂരു, മംഗലാപുരം ഭാഗത്ത് പുത്തൂരു അല്പം പോകുമ്പോൾ കൂറ എന്ന സ്ഥലത്താണ്. അവിടെയാണ് തങ്ങളെ മറവ് ചെയ്യുന്നതും കൂടുതൽ അവിടെയായിരുന്നു ചികിത്സിച്ചു കൊണ്ടിരുന്നതും താമസിച്ചു കൊണ്ടിരുന്നതും. വളരെ ലളിതമായ ജീവിതമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഫസൽ കോയമ്മ കൂറത്തങ്ങളുടെ ജീവിതം. അദ്ദേഹം നടത്തിയ ഒരു വാക്കുകൾ, വലിയ പ്രഭാഷണം ഒന്നും അദ്ദേഹം ചെയ്യാറില്ല. എങ്കിലും അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾക്കും നല്ല അർത്ഥങ്ങളാണ്, നമുക്ക് പഠിക്കാനുള്ളതാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ എല്ലാവർക്കും മരണവും അസുഖവും എല്ലാം വരുന്നു. പെട്ടെന്ന് പോയി അസുഖം തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ ഹോസ്പിറ്റലൊന്നുമല്ല, പെട്ടെന്ന് പോയി വലിയ അവരവരുടെ സ്റ്റേജിന് ശരിയായ, അവരവരുടെ പണത്തിന് ശരിയായ, അവരവരുടെ അന്തസ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ലെവലിന് ശരിയായ ഹോസ്പിറ്റലിലേക്കാണ് പെട്ടെന്ന് പോകുന്നതും അവിടെ ചെയ്യുന്ന സ്കാനിങ്ങും അതുപോലെ ഓപ്പറേഷനും. അതിന് നമ്മുടെ ശരീരത്തെ അവർക്ക് വിട്ടുകൊടുക്കുന്നതാണ്, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന്. അതിൻ്റെ ഒരു കാര്യത്തിലാണ് അദ്ദേഹം സംസാരിച്ച ഒരു അല്പം വാക്കുകൾ നമ്മളെല്ലാവരും കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ചെറുപ്പക്കാരാണ് മരിക്കുന്നത്. റഹ്മാനായ റബ്ബേ, ഇപ്പൊ ബ്ലോക്ക് ഇപ്പൊ റോട്ടിലൊന്നുമില്ല, മനുഷ്യ ശരീരത്തില്ല ബ്ലോക്ക്. എന്ത് മണ്ടത്തരാ ഇത്! സുബ്ഹാന ജല്ല ജലാലുഹു. മുമ്പ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ നിന്ന് വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് ഇവിടെ എത്രയോ ബ്ലോക്കുകളുണ്ട്. പേപ്പർ നോക്കിയാൽ ബ്ലോക്കാണുള്ളത്. അവിടെ റോട്ടിൽ മരം വീണിട്ട് അതാരും നിൽക്കും, പോലീസുകാർ നിൽക്കും. ഇപ്പൊ ബ്ലോക്കൊന്നും ഇവിടെ റോട്ടിലൊന്നുമില്ല, ഇപ്പൊ മനുഷ്യ ശരീരത്തിലാണ് ബ്ലോക്ക്. കേട്ടോ സ്കാൻ നോക്കിയിട്ട് തങ്ങളെ എല്ലാം ബ്ലോക്കായി. പിന്നെ നീ ഇവിടെ എത്തിയത് എങ്ങനെ? ബ്ലോക്കായി പിന്നെ ഇവിടെ മനുഷ്യൻ അപ്പം തന്നെ വിളിക്കൂല. പിന്നെ അവിടെ എന്താ പ്രശ്നം? സ്കാൻ നോക്കിയിട്ട് ഈ സ്കാൻ ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ? ഇത് ഇബലീസിൽപ്പെട്ട സാധനയിൽ ഇത് വിശ്വസിക്കാൻ പറ്റുമോ?
ഇത് തന്നെയാണ് റസൂൽ പറഞ്ഞിട്ടത്. അവസാന കാലാകുമ്പോൾ ആഖിർ സമാന്റെ ഫിത്നയെത്തുള്ള കാവലിനെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഖിർ സമാൻ ഫിത്ന എന്താണ് മക്കളെ? ഇന്റർനെറ്റിലും മറ്റേനെറ്റിലും എല്ലാം ഇന്നെന്താണ് ഫിത്നയല്ലേ നടക്കുന്നത്. അതുപോലെ സ്കാൻ എന്ന് പറഞ്ഞ സാധനത്തിലേ ഫിത്ന നടക്കുന്നത്. ആ സ്കാൻ നോക്കിയിട്ടാണ് പറയുന്നത് എന്താണ് മക്കളെ, ഹാർട്ട് ബ്ലോക്ക്, നല്ല ബ്ലോക്കാ. എന്നാൽ അള്ളാഹുവിന് അല്പമൊന്നും ഈമാൻ വേണ്ടേ മക്കളെ? രോഗം തന്നത് റബ്ബാണ്, ശിഫിയാക്കുന്നു റബ്ബാണ്. മനുഷ്യൻ നിർമ്മിത മാത്രകളോ മനുഷ്യൻ നിർമ്മിതങ്ങളോ അതിന് പ്രതിവിധിയല്ല. അതിന്റെ ആയുധം എന്താണ്? ദുആ എന്നാണ് ആയുധം. നിങ്ങൾ കണ്ടില്ലേ ഉസ്താദ് ഉസ്താദ് എങ്ങനെ രക്ഷപ്പെട്ട് മരുന്നുകൊണ്ടാ? അല്ല, ആയുധം കൊണ്ടാ. മനുഷ്യൻ നിർമ്മിത യന്ത്രം കൊണ്ടല്ലല്ലോ. അള്ളാഹുലേക്ക് എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാം എന്താണ് ഉസ്താദുമാരും എന്താണ് മുത്തഅല്ലിമീങ്ങളെല്ലാം എന്താണ് ഖുർആൻ ശരീഫും അതുപോലെ ദിക്റും സലാത്തും ഓതിയതിന്റെ പേരിൽ ഉസ്താദിനെ അല്ലാഹു ഉണ്ടാക്കി മക്കളെ. പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, യന്ത്രമില്ലാത്തോണ്ടാ? അല്ല, ഇവിടെ മാത്രമൊന്നുമില്ല. മാനമുള്ള മോമിനിങ്ങളെ ആലോചിക്കണം കേട്ടോ. ജനിച്ചാൽ എപ്പോഴും മരിക്കും. അത് കാശ് കൊടുത്ത് ജീവൻ കളയരുത്. അതിനുള്ള ഈമാൻ കൽബിൽ വേണം. എന്തുമാവട്ടെ റബ്ബേ, നീ തന്ന എന്താണ് രോഗമാണ്, നീ തന്നെ ശിഫിയാക്കണം റബ്ബേ. നീ കാശ് കൊടുത്ത് എൻ്റെ ജീവിതം നീ കളയല്ല റബ്ബേ. അതൊന്നും ഞമ്മക്കില്ല. ഇന്ന് കൊച്ചിക്കും കൊച്ചി, ഡൽഹിക്കും ഡൽഹി, യു എ, പിന്നെ വരുന്നത് ബോഡി കാണാം. മുമ്പ് വളരെ മുമ്പുള്ള കാലം എന്നല്ല, എന്താ അങ്ങനെ ഒരു രോഗം വന്നാൽ 3 ദിവസം കാണിക്കും. 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ തവക്കൽത്തു അലല്ലാഹ്. ഇന്ന് ആയത്ത് ഖുർആനിലുണ്ട്, നമ്മളിലില്ല. ഇന്ന് തങ്ങൾക്കുമില്ല, ഷെയ്ഖിനുമില്ല, കുത്തുബിനുമില്ല, ആയിരിക്കില്ല. ഉണ്ടാ? ആയിരിക്കില്ല. എന്തൊരു കാലമാണ് പടച്ചോനെ. ഒരല്പം ഈമാൻ വേണ്ടേ? ഒരല്പം ഈമാൻ. പടച്ചോനെ, നീ തന്ന രോഗം നീ തന്നെ ശിഫിയാക്കും എന്നുള്ളൊരു നിയ്യത്ത് ഒറ്റ ഒരുത്തനില്ല. പറയാതിരിക്കാൻ വയ്യില്ല. നമ്മൾ പറയല്ലേ ഉണ്ടാകും. ഇപ്പം ഇതെല്ലാം ഈ പേരത്തേക്ക് ചെറിയ നിങ്ങൾ വിടൂല. അപ്പം നാളെ തന്നെ ഒരു ബ്ലോക്കൊന്നും അങ്ങോട്ട് പോലും എനിക്കറിയില്ല. നിങ്ങളെല്ലാം എന്ത് ഹാജാത്തങ്ങളെ മജ്ലിസായ നിങ്ങൾക്കെന്ത് ആട്ടിനെന്ത് അങ്ങാടി വന്നില്ല, നിങ്ങൾക്കെന്ത് മജ്ലിസ് വന്നില്ല. അല്ലെ ജീവനിലെ കളയുന്നത്. ചെറുപ്പക്കാർ മിഞ്ഞാന്ന് ഒരു 20 വയസ്സുള്ള പ്രായം എന്താണ് ബ്ലോക്കാന്ന് പറഞ്ഞു. ഈ AG ഹോസ്പിറ്റലിൽ കയറിയിട്ട് പറഞ്ഞു. അപ്പം ഒരു ചോദ്യം ചോദിച്ചു, എല്ലാ ഡോക്ടറും എൻ്റെ ശരീരം മുഴുവനും ബ്ലോക്കാണ്, ഹൃദയം മുഴുവൻ ബ്ലോക്കാണ്, ഞാൻ പിന്നെ ഇവിടെ എത്തിയത് എങ്ങനെ? ആളും തന്നെ മരിക്കൂലേ? ചോദ്യമാണ്. അല്ല, അതിൻ്റെ ഫുൾ ബ്ലോക്കാണ്. ഇന്നിപ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്തു, 2 ദിവസം കഴിഞ്ഞ് ജീവൻ. ഓക്കെ, കാശ് കൊടുത്തല്ലേ ജീവങ്ങൾ തനിച്ച ഹറാമില്ലെന്ന്. ഒരു അനാവശ്യമായി ഗള്ളി വരെ. ബഹുമാനമുള്ളവരെ, സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട വഫാത്തായ നമ്മുടെ കൂറാത്തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ദർജ അല്ലാഹു സുബ്ഹാനഹു വ തആല ദർജയെ ഏറ്റുകൊടുക്കട്ടെ, വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉഖ്റവിയായ ജീവിതം നല്ല രീതിയിൽ നമ്മുടേതും ബഹുമാനപ്പെട്ട തങ്ങളും അതുപോലെ ഇതുവരെ എല്ലാ മരണപ്പെട്ട സാധാരണക്കാരും അല്ലാത്തവരും എല്ലാവരുടെ ജീവിതം ഉഖ്റവിയായ ജീവിതം നന്നായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ മരണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് ആരെയും വിടുകയില്ല. മരണം ഏത് സമയത്താണ് വരുന്നത് എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട കൂറ തങ്ങളുടെ ഉദ്ദേശം എന്താണോ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് സംഭവിച്ചത്. ഒരുപാട് ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കുകയോ അതല്ലെങ്കിൽ കീറി മുറിക്കുകയോ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് സ്കാനിങ് ചെയ്ത് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ പോയ ഒരു സന്ദർഭത്തിൽ ഒരു യുവാവ് വന്ന് പറഞ്ഞു, തങ്ങളെ എൻ്റെ ഭാര്യ
ഗർഭിണിയാണ്, ഹോസ്പിറ്റലിലാണ്, മാസമായി എന്ന് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് സ്കാനിങ് ചെയ്തു, ഓപ്പറേഷൻ വേണം, ഇല്ലെങ്കിൽ പ്രസവം കഷ്ടകരമാണെന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു എന്നാണ് തങ്ങളോട് ആ യുവാവ് പറഞ്ഞത്. അപ്പോൾ തന്നെ തങ്ങൾ പറഞ്ഞു, അതിൻ്റെ സമയമാകുമ്പോൾ പ്രസവിക്കും. അത്രേ പറയൂ തങ്ങൾ, ഒരുപാട് നീട്ടി പറയില്ല, ഒരുപാട് നീട്ടി പറയാനൊന്നുമില്ല. സമയമാകുമ്പോൾ പ്രസവിച്ചോളൂ, എന്തിനാണ് തിരക്ക് കൂട്ടുന്നത്? സമയമാകുമ്പോൾ പ്രസവിക്കാതെ ആരെങ്കിലും ബാക്കിയായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ആ യുവാവിനെ സമാധാനിപ്പിച്ച് അയച്ചു. അത് നമുക്ക് വിശ്വാസം, ധൈര്യമാണ് വേണ്ടത്. സമയമാകുമ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ ഉറപ്പായും പ്രസവിക്കും. അതുപോലെ ഈ മരണവും സമയമാകുമ്പോൾ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ലെവല്, നമ്മുടെ പണത്തിൻ്റെ ലെവലുണ്ടല്ലോ, കുടുംബമഹിമ, ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ഒരു ചീപ്പായി ചെറിയ ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ കാണിച്ചാൽ ഞാൻ ചെറുതായി പോകുമെന്നുള്ള ഈ സങ്കുചിത ഭാവമുണ്ടല്ലോ, ഇതാണ് ഹോസ്പിറ്റലിലേക്കുള്ള അവർക്കുള്ള ഒരു വരുമാനത്തിന് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത്. അവർ കഴിവിൻ്റെ പരമാവധി പോയവരിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നു. എങ്കിലും നമ്മൾ നല്ല ഒരു അള്ളാഹുവിനോട് വിശ്വാസം, അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ പടച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു രോഗം വരാനുണ്ട്, അതുപോലെ മരണവുമുണ്ട്. ചികിത്സ പാടില്ല എന്നല്ല, എല്ലാ ചികിത്സയുടെ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് തന്ന അഖലുണ്ടല്ലോ, ബുദ്ധി എന്ന് പറയുന്നത്, തലച്ചോറ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഉപയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുക്കി തന്നു എന്ന് പറഞ്ഞ് നമ്മളെല്ലാം ഉപയോഗിക്കാൻ പോകുന്നതല്ല. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് വേണ്ടത് ചെയ്യണം. എൻ്റെ കയ്യിൽ കോടിക്കണക്കിൻ്റെ പണമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതേ ലെവലുള്ള ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് പോയി കളയാം. പോയിട്ട് 25,000 ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കൊടുക്കുക. അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് പള്ളിയിലേക്ക് ഒരു 1000 രൂപയെങ്കിലും എഴുതണം. ഇവിടെ ഒരു കഴിവുമില്ലാത്ത ഒരു ജമാഅത്താണ്, പാവപ്പെട്ടവരാണുള്ളത്, പള്ളിയുടെ പണി പകുതിയിലാണ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ പോയി. എൻ്റെ നാട്ടിൽ തന്നെയാണ്. പോയപ്പോൾ അദ്ദേഹം മുഖം പോലും നോക്കാത്ത ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകാം. ബിസിനസ്സുകാരനാണ്, പണക്കാരനാണെങ്കിലും ആ 1000 രൂപ തരാൻ അദ്ദേഹം മടിച്ചു. രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. രാത്രി തന്നെ സുഖമില്ലാതെയായി, എന്തോ ഹൃദയത്തിൻ്റെ പ്രശ്നമുണ്ടായി. പെട്ടെന്ന് പോയി അവിടെ എത്തിയതിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ 25,000 ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ ബാക്കിയാകും. ബാക്കിയുള്ള ചികിത്സ നാളെ മുതൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് കൊടുത്തു. ഇവിടെ 1000 രൂപ തരാൻ അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കൊടുക്കേണ്ടതിലേക്ക് കൊടുത്തേ പറ്റൂ, കൊടുത്തേ തീരൂ. സംഭാവന അത് എന്തിനാണെന്ന് നമ്മൾ അറിഞ്ഞു കൊടുക്കണം, അത്രേ മാത്രം പറയാനുള്ളൂ. എന്തിനു വേണ്ടി? ഒറ്റ വയറ് തുറക്കാനാണോ? അതല്ല ഒരു സ്ഥാപനയോ പള്ളിയോ മദ്രസയോ അങ്ങനെ എന്തെങ്കിലും ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് അതിനെ പരിശീലിച്ച് നാളെ ഞാൻ ആ സ്പോട്ടിലേക്ക് വന്ന് നോക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമാധാനമുണ്ടായി. അടുത്ത് തന്നെയാണ്, ആരാണെങ്കിലും നമ്മുടെ അടുത്തുള്ളത്. ദൂരത്തേക്ക് നമ്മൾ കൊടുത്തു, അതിൻ്റെ പേരോടെ വിളിച്ച് പറഞ്ഞ് ഭയങ്കര അതിൻ്റെ മഹിമ പറഞ്ഞ് അവിടെ ആ സംഖ്യയുടെ വലിപ്പത്തിന് ശരിയായ സലാത്ത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് കുറേ ഉസ്താദന്മാർ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അതും ഭയങ്കര ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ല, നമ്മൾ അറിഞ്ഞു കൊടുക്കണം. അവിടത്തേക്ക് ആവശ്യമാണെങ്കിൽ കൊടുക്കണം. ഒരു വയർ നിറക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നവരും ഉണ്ട്. അത് പല വിധത്തിലും. ഈ സന്ദർഭത്തിൽ അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് വഫാത്തായ തങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക.
അതുപോലെ നമുക്കെല്ലാവർക്കും പരസ്പരം നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.